അറബ് നാട്ടിലെ പുസ്തകോത്സവത്തിന് കൊടിയിറങ്ങി. ഷാർജ രാജ്യാന്തര പുസ്തകോത്സവം എന്ന ഈ മഹാമേളയുടെ 43-ാം അധ്യായം പുസ്തക വായനയ്ക്കും എഴുത്തിനും പുത്തൻ ഉണർവാണ് നൽകിയത്. കടൽ കടന്നെത്തിയ ഈ മലയാളത്തിൻ്റെ മഹോത്സവം അറബ് നാട്ടിലും മലയാള പുസ്തകങ്ങൾക്ക് പുതിയ അക്ഷര വെളിച്ചമായി. ഷാർജ പുസ്തകോത്സവം സമാപിച്ചെങ്കിലും അക്ഷര സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഈ സൂര്യശോഭയിൽ ഷാർജ എന്ന സാംസ്കാരിക നഗരം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാർജ പുസ്തകമേള 43 വർഷം പിന്നിട്ടപ്പോൾ എഴുത്തും വായനയും ഈ അക്ഷരമണ്ണിൽ കൂടുതൽ മിന്നി തിളങ്ങുകയാണ്. അത്രമാത്രം സന്ദർശകരും പുസ്തക പ്രേമികളും പുസ്തക പ്രസാധകരും ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലെത്തിയെന്ന് സംഘാടകരും സാക്ഷ്യപ്പെടുത്തി. നിരവധി മലയാള പുസ്തക പ്രകാശനങ്ങൾക്കും ഈ മഹാമേള സാക്ഷ്യം വഹിച്ചു. നാട്ടിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻസും സെലിബ്രിറ്റീസും ഏറ്റവും പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വേദി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഷാർജ പുസ്തകമേള എത്രമാത്രം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടൊരു തെളിവാണത്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹാളുകളുണ്ട്, ഒരുപാട് വേദികളുണ്ട്, ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. എന്നാൽ പോലും അവർ ഷാർജയിൽ വന്നിട്ട് അതിൽ എല്ലാവരും പുതിയ പാസ്പോർട്ട് എടുക്കുകയാണ്, വിസ എടുക്കുന്നുണ്ട്, ടിക്കറ്റ്, ഹോട്ടൽ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, ഇതെല്ലാം അവരുടെ ജോലി, ലീവ് എടുക്കണം, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് അവർ ഇത്രയും പേര് ഒരുമിച്ച് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പുസ്തക പ്രകാശനം ചെയ്ത് പിറ്റേന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണും മനസ്സും മലയാളികളെ പറ്റി ചിന്തിക്കുമ്പോൾ നിറഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് റൈറ്റേഴ്സ് ഫോറാണ്. ഒരു 5 കൊല്ലം മുമ്പ് നമ്മളിതിനെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിക്കാതിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് റൈറ്റേഴ്സ് ഫോറം ഇല്ലാതെ എഴുത്തുകാരെങ്ങനെ ജീവിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. കാരണം 750ഓളം പുസ്തകങ്ങളാണ് ഇവിടെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ 25 മിനിറ്റിലും 1, 2, 3, 4 ഓരോ ചിലതിൽ 10 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ. 43-ാം വർഷമാകുമ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും ഇന്ത്യൻ പ്രാതിനിധ്യം എന്ന് വെച്ചാൽ മലയാളികൾ വരുന്നത്, ഇന്ത്യക്കാർ വരുന്നത് വളരെ കൂടുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു നല്ലൊരു ശതമാനം, ഒരു 15% ഈ ബുക്ക് ഫെയറിൻ്റെ അല്ലെങ്കിൽ 20% മലയാളികളായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിലൊരു ബുക്ക് ഫെയർ നടക്കുന്നതിൻ്റെ ഒരു എക്സിബിഷനായിട്ട് വരുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രസാധകരുള്ളതും ഏതെങ്കിലും ഒരു ഭാഷ എടുത്താൽ ഇംഗ്ലീഷിന് ശേഷം, അറബിക്ക് ശേഷം മലയാളമായിരിക്കും. അത്രയും ഒരു പ്രാതിനിധ്യം മലയാളത്തിന് വന്നു. മലയാളി പ്രസാധകർ അത്രയുമുണ്ട്. ഒരു പക്ഷേ ഇത്രയും പ്രസാധകർ കേരളത്തിലൊരു ബുക്ക് ഫെയർ ഇത്രയും പ്രസാധകർ ഒരുമിച്ച് കിട്ടിയ എളുപ്പമല്ല. അത്രയ്ക്ക് ഇതുണ്ട്. 2 പരിപാടികളുടെ മേന്മ, കാരണം ഒരുപക്ഷെ മുൻ കൊല്ലങ്ങളിലൊക്കെ പബ്ലിസിറ്റിയുള്ള പല പരിപാടികളും വരുവാണ്. ഇപ്രാവശ്യം ലിറ്ററേച്ചർ ബേസ്ഡായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ഷാർജ ബുക്ക് ഫെയർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ബുക്ക് പ്രൈസ് വിന്നേഴ്സ് വരുന്നു, അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല സെഷൻസ്, ചേതൻ ഭഗത്ത് പോലുള്ള വ്യക്തികൾ വരുന്നു. മലയാളത്തിൽ നിന്നാണെങ്കിൽ റഫീഖ്, പി രാമേന്ദ്രൻ, ബിനോയ് തോമസ്, അങ്ങനെ പിന്നെ അനവധി വ്യക്തികൾ പല ദിവസങ്ങളായിട്ട് വരുന്നു എന്നുള്ളത്. കാരണം ഇത്തരത്തിൽ നോക്കിയാൽ വീണ്ടും ലിറ്ററേച്ചറിലോട്ടുള്ളൊരു തിരിച്ചുപോക്ക് 43-ാം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ്. ഈ വർഷത്തെ ഷാർജ രാജ്യാന്തര പുസ്തകമേളയുടെ സന്ദേശം തുടക്കം ഒരു പുസ്തകം എന്നതായിരുന്നു. മൊറോക്കോ എന്ന രാജ്യമായിരുന്നു അതിഥി രാജ്യം. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ പുസ്തകങ്ങളെ മേളയിൽ പരിചയപ്പെടുത്തി. ഇന്ത്യക്കാരിയായ സജനി വരദരാജൻ എന്ന 9ാം ക്ലാസ്സുകാരി 13-ാം വയസ്സിൽ 25ഓളം പുസ്തകങ്ങൾ എഴുതിക്കഴിഞ്ഞു. ഇംഗ്ലീഷിലും ഫ്രഞ്ച്, അറബിക് ഭാഷകളിലും പുസ്തകം എഴുതിയ സജിനിയും മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കുമായി തൻ്റെ എഴുത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. 4 വയസ്സിൽ ചെറുകഥകൾ എഴുതി തുടങ്ങിയാണ് തുടക്കം. തുടർന്ന് 2019 ഷാർജ പുസ്തകമേളയിൽ നിന്നാണ് ആദ്യമായി എഴുത്തിൻ്റെ ലോകത്ത് സജീവമാകാനുള്ള തീരുമാനം എടുത്തത്. When I met the author of Geronimo Stilton, Elisabetta Dammi, at the Sharjah Book Fair in 2019, I was inspired to write my first book, the Super Junior series. But from the age of 4, I was writing short stories and poems about things that I saw in everyday life.
This one, the Pearl's Adventures, The Arctic Homecoming, won the Novel of the Year award at Stories by Children, and that is my 21st book. My latest book, which will be launched, is Le Monde de Kylie, which is a French book. My Arabic book, which is Qissa Badr, otherwise called Badr's Story. And apart from that, I have written a series books of the Super Juniors and Super Middlers. I have written poetry books like Pink Poetic Sky, Poetic Breeze and Illuminated Anthological Crystals. And apart from that, some family stories like Belinda Dory and picture books like A Rendezvous with the Revitalizing Rainforest. The Sharjah International Book Fair is one platform where I get to display my books, and apart from that, it inspires each and every child to pick up a book and start reading, because reading gives wings to imagination and creativity. So for every child picking up a book, sneaking into the library, that helps to assimilate vocabulary, and that is one of the most important things to start writing as per me, as pen plus paper is equal to fire. മലയാളത്തിൽ നിന്ന് കടൽ കടന്ന് ഇത്തവണയും നിരവധി എഴുത്തുകാരും കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ പ്രവർത്തകരും സംബന്ധിച്ചു. എനിക്ക് ഏറ്റവും ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മയുടെ ഉന്നതി അറിയുന്നത്. കാര്യം അത് നമ്മുടെ ഒരു കുഴപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ആശാൻകളിലേക്ക് വന്നൊരവസ്ഥ. കാര്യം പഴയ അക്ഷരങ്ങളൊക്കെ ഒന്നാണെങ്കിലും അക്ഷരത്തിനുള്ളിൽ കിടക്കുന്ന ആ നോവും നീറ്റലും ഒക്കെ ഉണ്ടല്ലോ, അത് മറ്റൊരു രീതിയാണ്, രുചി വേറെയാണ്. അപ്പോൾ അത് കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതിനിപ്പോൾ ഇതിനെ ക്ഷണിച്ച ആൾക്കാരോട് എനിക്ക് കടപ്പാട് നന്ദിയുള്ളൂ കേട്ടോ. കാര്യം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചില കാര്യങ്ങളിങ്ങനെ മസിൽ പിടിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ആകാവൂ, മറ്റൊരു കാളിദാസനെ പ്രതീക്ഷിക്കരുതെന്നൊക്കെ വിചാരിക്കുമ്പോൾ അതല്ല, അതിന് വേറൊരു പിന്തുടർച്ചയുണ്ട് പുതിയ തലമുറയ്ക്ക് മറ്റൊരു ഭാഷയിൽ എന്ന് പറയുന്നത് ഉണ്ടാകും. ആ വളർച്ച മലയാളത്തെ ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയ്ക്ക് മലയാളം വളരുന്നു പുതിയ തലമുറയിലൂടെ ഇന്ന് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും കിട്ടത്തില്ല. പക്ഷെ അതിവിടെ വരുമ്പോഴാണ് അതിങ്ങനൊരു അരങ്ങുണ്ടാകുക എന്നുള്ളതും അവിടെ ഇത്രയും മലയാളത്തിലെ പ്രസിദ്ധശാലകളും ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പുസ്തകം ഉണ്ടാകുന്നത് അത് നമുക്ക് മലയാളി എന്ന നിലയിലുള്ള അഭിമാനം വളരെ വലുതാണ്. ഇന്നത്തെ കാലഘട്ടം വളരെ ദുഷ്കരമായ കാലഘട്ടമാണ്. നമ്മൾക്കറിയാം, ഫാസിസത്തിൻ്റെയും റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെയും ഒരു കാലം. ചരിത്രത്തെ സംസ്കരിച്ച് ചരിത്ര സത്യങ്ങളെ തേച്ചു മാറ്റി കളയാൻ ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ വരാൻ പോകുന്ന തലമുറ ഇതൊന്നും പഠിക്കാൻ പോകുന്നില്ല, നമ്മുടെ സത്യമായിട്ടുള്ള ചരിത്രം പഠിക്കാൻ പോകുന്നില്ല എന്നൊരു പേടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ആ ഒരു ചിന്ത ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തടയാൻ നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരാശയം മനസ്സിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ ഉണ്ടായതും. പിന്നെ ഷാർജയിൽ ഇങ്ങനൊരു പുസ്തകം ഇറക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ്. മാത്രമല്ല അതിൻ്റെ മലയാളം പതിപ്പ് ഇവിടെ ഇറക്കാൻ പറ്റിയത് വലിയൊരു എന്നെ സംബന്ധിച്ചൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. ഞാനതൊരു വലിയ ഒരു അംഗീകാരവും അഭിമാനവുമായി കണക്കാക്കണം. ഞാൻ വന്ന വഴി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു കടൽ തീരത്തിൻ്റെ പഞ്ചാര മണ്ണിലൂടെ നഗ്നവാദനായി, ഒരു പക്ഷേ അർദ്ധനഗ്നനായും കടന്നു വന്നൊരു ആളാണ്. ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലൊക്കെ ഒരു പുസ്തകം വരുമെന്ന് ജീവിതത്തിൽ സ്വപ്നം കാണാത്ത ആളായിരുന്നു. വായിക്കാൻ മോഹമുണ്ടായിട്ടും ഈ വെളിച്ചത്തിന് മണ്ണെണ്ണയില്ലാതെ അച്ഛൻ പുറകിൽ നിന്ന് വന്ന് വിളക്കൂതി, നാളെ സന്ധ്യയ്ക്ക് മണ്ണെണ്ണ ഉണ്ടാവില്ല, അതുകൊണ്ട് രാത്രി മുഴുവൻ വായിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വിളക്കൂതിയത്, ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ അച്ഛൻ വന്ന് വിളക്കൂതി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമാലയിൽ വരാൻ വേണ്ടി കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനമുണ്ട്. ഇത് വീണ്ടും ചിന്തിക്കാനും എഴുതാനും കൂടിയുള്ളൊരു പ്രചോദനം കൂടിയാണ്. ഇന്ത്യ ഉൾപ്പെടെ 112 രാജ്യങ്ങളിലെ 2520 പ്രസാധകർ മേളയിൽ പങ്കെടുത്തു. മലയാളം ഉൾപ്പെടെ 210 ഭാഷകളിലധികമുള്ള പുസ്തകങ്ങൾ ഈ വർഷവും മേളയിൽ സജീവമായിരുന്നു.